ഇപ്പൊ കാളി എന്ന് പറയുന്ന പേര് അത് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളിപ്പോ ഒരു വിമന് ഭയങ്കര ഒരു ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു ഭയങ്കര സ്ട്രോങ് വിമൻ ഒരു റെപ്രസെന്റേഷൻ. എന്തുകൊണ്ടാണ് ആ പേര് ചൂസ് ചെയ്തത്? എന്റെ പേര് കേട്ടാ ഞാൻ എന്താണെന്ന് മനസ്സിലാവണം. അതായത് ഞാൻ പറഞ്ഞില്ലേ മര്യാദ. ഇപ്പൊ കാളി എന്നുള്ള പേര് പലർക്കും ഇഷ്ടമല്ല. ഒന്ന് ജാതി. കാളി എന്നുള്ള പേര് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പച്ചക്കറാറുണ്ട്. അതുകൊണ്ട് അത് പിന്നെ ചില ആൾക്കാർക്ക് കളിയാക്കണ പോലെ തോന്നും. കാരണം ഭദ്രകാളി എന്നൊക്കെ വിളിക്കണ കളിയാക്കല അല്ല. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദൈവം ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ശിവനേക്കാൾ ശ്രേഷ്ഠം തന്നെ ഞാൻ പറയുള്ളൂ. ശിവൻ മോക്ഷം കൊടുക്കുന്നു, ഭദ്രകാളി ഭദ്രമാക്കിയിട്ട് മോക്ഷം കൊടുക്കുന്നു. അതായത് നിനക്കൊന്നുമില്ല, നിനക്കൊരു കഴിവില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ഭദ്രകാളി എന്ന് പറഞ്ഞ അമ്മയോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നിന്റെ നാവിൽ മുമ്പത്തെ അക്ഷരങ്ങളും ഉണ്ടാവും, നിന്റെ തലച്ചോറിൽ അറിവും ഉണ്ടാവും. നീ എവിടെ എത്തുന്നോ നിന്റെ കഴിവിന് ഉണർത്താനുള്ള കഴിവ് ഭദ്രകാളി എന്നുള്ള ദേവിക്കുണ്ട്. അതായത് ഒരു പെണ്ണ് ഏറ്റവും സാധുവായിട്ട് നിന്നിട്ട് അവള് എല്ലാം സഹിച്ച് ഏറ്റവും ലാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ ഉഗ്രരൂപം എടുക്കുന്നതാണ് കാളി എന്നുള്ള പേര്. അപ്പോ ക്ഷമയോടുകൂടി എവിടെ വേണമെങ്കിലും ഇരിക്കും ഒരു പെണ്ണ്. സ്നേഹിച്ച ഉള്ളം കയ്യിലോ അല്ലെങ്കിൽ തറയിലിരിക്കവർ തറയിലോ ബാത്റൂമിൽ എവിടെ വേണമെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ച് പറഞ്ഞായിരിക്കും. പക്ഷെ ആ സ്നേഹത്തിൽ അടിമത്തം കൂടി കൊണ്ടുവന്ന് അത് പിന്നെ അവിടെ ഒരു കെട്ടിരുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെറിയുന്ന ഒരു രൂപമാണ് കാളി. ഞാൻ കാളിയാണ് എന്നുള്ള രൂപം. പെണ്ണിന്റെ ഏറ്റവും ശക്തമായ രൂപം കാളി. എനിക്ക് അതിനോട് ഇഷ്ടമാണ്. അപ്പോ എനിക്ക് തോന്നി കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും ഭയമില്ല, ആർഭാടമോ ഒന്നുമില്ല. അതങ്ങനെ ഒഴുക്കൊണ്ടിരിക്കും. ഇപ്പൊ കാളിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് പൊതുവെ നമ്മള് ഇപ്പൊ മലയാള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഒരു ഫീമെയിൽ ഫൈറ്റ് മാസ്റ്റർ എന്നൊക്കെ പറയുന്നത് റെയറസ്റ്റ് ഓഫ് റെയർ ആണ്. ഇല്ലല്ലോ, റെയർ മാത്രമല്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പൊ ഞാനൊരു വർക്ക് വന്നു, അതിൽ ചെയ്തിട്ട് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തു, പേയ്മെന്റ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് കളിയാക്കുന്ന രീതിയിൽ അത് പേയ്മെന്റ് ബാലൻസ് കിട്ടണ്ട. പിന്നെ പേയ്മെന്റ് ഇപ്പൊ ഒരു ഫയർ ഇപ്പൊ ഒരാൾ മരിച്ചില്ലേ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞങ്ങളൊക്കെ സേഫ്റ്റി പോലും മര്യാദക്കില്ലാണ് വർക്ക് ചെയ്യാൻ. ഞാൻ കസിൻസിൽ ചെയ്യുമ്പോൾ എന്റെ റബ്ബർ ഷീറ്റ് അഴിഞ്ഞു പോയി ഞാൻ തെറിച്ചു പോയിട്ടുണ്ട്. കസിൻസിന്റെ ആ ജീപ്പ് വളഞ്ഞു പോണ സീനിൽ ബൈക്കിൽ പോണത് ശരിക്കും ഞാൻ പോയ ക്യാമറയുടെ മുകളിൽ കൂടെയാ പോണേ. തറയിലൊക്കെ ആണെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ കൂടെ. മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു ഇത് എനിക്കുണ്ട്. ഞാൻ എത്ര വീണാലും ഞാൻ എനിക്ക് വരും. എന്റെ ഒട്ടലോ പൊട്ടലോ ഒന്നും ഉണ്ടാവില്ല. ശശി മാസ്റ്ററോട് വെച്ചറിയാം, ഞാൻ കയറി വരും. എന്റെ മാസ്റ്റർ മൈക്കൂർ കൊടുക്കും, വേണ്ട കുഴപ്പമില്ല ആളപ്പുറത്തൂടെ നോക്കുന്നു. ബാക്കി ആർക്കും കൊടുക്കാത്തൊരു ഗ്യാരണ്ടി എന്റെ ഉണ്ട്. ഞാൻ എങ്ങനെയൊക്കെ ചാടണോ ചാടാ, ഭയമില്ല. പിന്നെ കാരണം ഞാൻ മരിക്കാൻ പലവട്ടം ശ്രമിച്ചിട്ടുള്ളതാണ്. എനിക്ക് മനസ്സിലായി എനിക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, ഒന്നും പറ്റില്ല. പക്ഷെ എന്താണെന്നറിയോ, എൻ്റെ ഈ സംസാരം, എൻ്റെ ഈ തൻ്റെ ഇടം, പിന്നെ എൻ്റെ ഈ രൂപം ഒക്കെ പലർക്കും ഭയങ്കര പ്രശ്നം. പിന്നെ ഈ രൂപം കണ്ടിട്ട് പലരും പറഞ്ഞുള്ള കാര്യം ഞങ്ങൾ സത്യം പറ പേടിയാ തന്നെ. ഞാൻ പറഞ്ഞത് എന്തിന്, കുറച്ച് മണ്ടത്തരം ഇവരക്കിടയിൽ അടിക്കുള്ളൂ, വേറെ ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ നടന്നില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സാഹചര്യം. 2 മക്കളോട് തനിച്ച് ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് 10 വർഷം തനിച്ച് ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്ട്രഗിളാണ്. കാരണം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മകളുടെയും മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ആർക്കും എൻ്റെ വീട്ടിൽ കയറാനുള്ള ധൈര്യം വരും. ഇപ്പൊ ആ ധൈര്യം ഇല്ല അല്ലേ? ശരിക്കും പറയാതല്ലേ വേണ്ടേ? എൻ്റെ ഈ രൂപം കണ്ടിട്ട് എൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ദില്ലുള്ളവൻ വന്നാൽ മതി. എൻ്റെ ഈ രൂപം കണ്ടിട്ട് അയ്യോ ഭയക്കണം എന്ന് പറഞ്ഞാൽ അവൻ ആ ക്യാരക്ടർ ഭയക്കണത് ആ ഭയം എന്താണെന്ന് ചിന്തിച്ചാണ്. അതേസമയം എൻ്റെ വേഷവും എൻ്റെ ക്യാരക്ടറും കണ്ടിട്ട് ഒരാൾക്ക് എന്നോട് ഭയം തോന്നല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ ആ കാര്യം അത് എന്താ പറയുക, അപ്പൊ എങ്ങനെ ശരിക്കും മനസ്സിലാക്കുന്നതാണ്. അല്ലാത്തവര് ഭയക്കണത് അപ്പൊ എൻ്റെ രൂപത്തെ മാത്രമല്ല തന്നെ തോന്നി പറയുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന ഇതല്ലേ. അല്ലാത്തവർ എന്തുകൊണ്ട് ഇപ്പൊ എനിക്ക് രസം വന്നിട്ടുണ്ട് 2 ആക്ടിങ്ങിലോട്ട് ഞാൻ ചെയ്യാറുണ്ട്. പോസ്റ്റും ഞാൻ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യും. എനിക്ക് ചെയ്യുന്ന കഥാപാത്രം വെറുതെ വളരെയായിരിക്കരുത്, സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം. നമ്മുടെ സൊസൈറ്റിയിൽ കാളീനെ പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകള് വരണം. അപ്പൊ ഇനി വരുന്ന തലമുറകളോട് അല്ലെങ്കിൽ ഇനി വരുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഒരുപാട് പെൺകുട്ടികളുടെ മരണം കണ്ടുകൊണ്ടിരിക്കുക. അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർ പരീക്ഷിക്കണില്ല എന്ന് വെച്ചാൽ ഈ സമൂഹത്തിനെ പേടിച്ചിട്ടാ. ഈ കോപ്പിലെ സമൂഹത്തിനെ നിങ്ങളാരും നോക്കാൻ നിൽക്കരുത്. കാരണം ഇതിൽ അട്ടയും പുഴുക്കളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ കിടക്കും.
പുറത്തേക്ക് ഇറങ്ങി നോക്കണില്ല. അവർക്ക് അവരുടെ ലോകമാണ് രാജാവ്. ഇപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങൾ മരിച്ചപ്പോ നിന്ന് പൂങ്കണ്ണീര് ഒഴുകണവര് നിങ്ങൾ ജീവനോടെ വന്നാൽ ഉണ്ടാവില്ല. അപ്പോ മരിക്കണ്ട, പകരം നിങ്ങൾ തൻ്റെ അടുത്തോട് ജീവിക്കാൻ ഇറങ്ങുക. എന്നെ പോലെ ഉദാഹരണത്തിന് ഞാൻ തന്നെ പറയാം, വിദ്യാഭ്യാസമില്ല, മണ്ടത്തരം, ഒരു രൂപ കയ്യിലില്ല, ഒരു കൈത്തൊഴിലറിയില്ല, എന്താ പറയാ. അതേപോലെ തന്നെ സമൂഹം വേശി എന്നുള്ളൊരു മുദ്രയും കുത്തിയിട്ടുണ്ടായിരുന്നു 10 വയസ്സ് തുടങ്ങിയ. ഇതൊക്കെ തരണം ചെയ്ത് ഞാനിവിടെ ഇരിക്കാമെങ്കിൽ 2 കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചിട്ട്, അത് പ്രഗ്നന്റ് ആയിരുന്നു, 4-ാം മാസം പ്രഗ്നന്റ് ആയിരുന്നു, ഈ പ്രസവവും ഒക്കെ തനിച്ചായിരുന്നു. ഇവിടം വരെ ഒരു മരുന്നോ ഒന്നുമില്ലാണ്ട്, മന്ത്രവും ഇല്ലാണ്ട് ഇവിടം വരെ എത്താമെങ്കിൽ, ചിലപ്പോൾ ഇവിടം വരെ ഇത്ര ആത്മഹത്യയൊക്കെ പലവട്ടം ശ്രമിച്ചിട്ട് തന്നെ ഇവിടം വരെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചത് ചിലപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടി ആയിരിക്കാം. നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ കിടന്ന് ആൺകുട്ടികൾ പറയട്ടെ, പഴയ തള്ളച്ചുമാരൊക്കെ പറയട്ടെ, അവരുടെ ലൈഫ് പോയി, അവരിനി കമന്റ് ബോക്സിൽ കിടന്ന് പറ്റി വരിക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ന്യൂജൻ പിള്ളേരോട് ഒരു 10, എന്നാലും കളത്തിമാരോ ഒരുപാട് കളത്തിമാരോടല്ല പറഞ്ഞത്, എന്നാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഇനി ഇത്ര നാളെ ഉള്ളൂ. എത്ര നാളെ നിങ്ങൾക്ക് ആർക്കൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഉള്ള സമയം ജീവിക്കാൻ നോക്കാം. മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ നോക്കി ഏത് കമന്റ് ഇടുക എന്നുള്ളതല്ല, ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരിടത്തും വീണായി എഴുന്നേറ്റ് പരിശീലിക്കുക. ആ വീണ എന്തുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ വിദ്യാഭ്യാസം ഒരിക്കലും കളയരുത്, ആവശ്യമില്ലാത്ത ലഹരിയിലോട്ട് പോകരുത്. ലഹരി ഇല്ലാണ്ട് ജീവിതം എൻജോയ് ചെയ്യാൻ പഠിക്കുക. എന്താ പറയുക, ഒരു ബൈക്ക് എടുക്കുക, യാത്ര ചെയ്യുക, നാട് മൊത്തം കാണാം. എത്രത്തോളം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അറിയോ, മഴ വെയിൽ എല്ലാം കൊള്ളുക, ചാവട്ടെ. അതെ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കളിയുടെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലിങ്ങനെ കൊണ്ടെടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ, എല്ലാം സാധിക്കട്ടെ. എത്ര നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.